Hi everyone, this is Jebin Sir from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന കുറച്ചധികം ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. സോ തുടക്കം തന്നെ നമ്മുടെ ഐഫോൺ 17 ലീക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയ ആ ഒരു ഐഫോൺ 17 കേസ് മോഡൽ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിയ ക്യാമറ കട്ടൗട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടും ലീക്സും അനുസരിച്ച് തന്നെ ഒരു വലിയ പുതിയൊരു റീ ലുക്ക് ആപ്പിളിന്റെ ഐഫോൺ 17 പ്രോ സീരീസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ 17 സീരീസ് പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ US-ലും ഡൊണാൾഡ് ട്രംപ് കുറച്ച് താരിഫിന്റെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ചൈനയിൽ നിന്നൊക്കെ വരുമ്പോൾ 125% വരെയാണ് താരിഫ് വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ കുറെ കാര്യങ്ങൾ റേറ്റുകൾ മാറിയിരിക്കുന്നത്. സോ ഇവിടെ കുറേയധികം ക്ലാഷ് വന്നിരിക്കുന്നത് ഐഫോണിന്റെ പ്രൈസ് കൂടുമോ, ഇന്ത്യയിലേക്ക് വരുന്ന ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് ആപ്പിൾ പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് കൂടുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവൈസുകൾക്ക് പ്രൈസ് കൂടുമോ, അങ്ങനെ കുറേയധികം ഡൗട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിലേക്ക് മാത്രം ആപ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രംപ് ചൈനയിലേക്ക് മാത്രം 125% ആ ഒരു താരിഫ് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 90 ദിവസത്തേക്ക് ഈ പറഞ്ഞ താരിഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പോളിസി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടിം കുക്കും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ട് കുറേയധികം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും ഒരു റിപ്പോർട്ട് ഉണ്ടെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ പറഞ്ഞ ഇലക്ട്രോണിക് എസ്പെഷ്യലി ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള പ്രൈസ് ഹൈക്ക് ഉണ്ടാവില്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഈ പറയുന്ന പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടോ? ഇന്ത്യ ഒരു വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ പോവുകയാണ്, എസ്പെഷ്യലി എല്ലാ ഇന്റർനാഷണൽ കമ്പനികൾക്കും വേണ്ടി. ചൈന മാറുമ്പോൾ എന്തായാലും ഇന്ത്യ തന്നെയായിരിക്കും വലിയൊരു മാർക്കറ്റ്. പക്ഷെ ഇന്ത്യയിൽ അസംബ്ലിങ് ആണ് കൂടുതലും ഐഫോൺ വരുന്നത്. മാനുഫാക്ചറിങ് ഉണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് അസംബ്ലിങ് ആണ്. കാരണം ഇന്ത്യ കുറച്ചും കൂടെ ലേബർ കോസ്റ്റ് ചീപ്പാണ്. ഈ പറഞ്ഞ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്കാണെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ഒരു ടാക്സ് ഉണ്ട്. നമുക്കറിയാം 1 ലക്ഷം രൂപയുടെ ഐഫോൺ നമ്മുടെ നാട്ടിൽ 1.5 ലക്ഷവും 1,30,000 രൂപ വരെ ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. കാരണം അത് ടാക്സ് ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു പ്രൈസ് ചിലപ്പോൾ ഒരു 1.50 വരെയും വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അല്ലാതെ 2 ലക്ഷം രൂപ വരെയും പോകാനുള്ള ചാൻസ് ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ 17 സീരീസ് എടുക്കുമ്പോഴും ആ ഒരു പ്രൈസ് ഹൈക്ക് മേ ബി ഉണ്ടാവില്ല എന്നാണ് എൻ്റെയും അതേപോലെ കുറച്ച് ഡാറ്റ അനലിസ്റ്റുമാരുടെയും ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. സോ അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ ഐഫോൺ യൂസേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂസേഴ്സിന് കുറച്ചധികം ആശ്വസിക്കാവുന്ന ന്യൂസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് WatchOS 12 വരുമ്പോൾ ഒരു ആപ്പിൾ ഇന്റലിജൻസിന് ഇന്റഗ്രേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ജൂൺ 9 WW25 നമുക്ക് എല്ലാ പുതിയ കാര്യങ്ങളും മനസ്സിലാവും. സോ അതിന്റെ ഡെഡിക്കേറ്റഡ് ആയ വീഡിയോ കുറച്ചും കൂടെ നാളെ നമ്മൾ പഠിച്ച് അതിന്റെ ഫൈനൽ ലീക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് റിലീസ് ചെയ്യാം. സോ എന്തായാലും നമ്മുടെ ചാനൽ മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രം റെഗുലർ ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാം. സോ ഞാൻ പറഞ്ഞു വന്നത് ആപ്പിൾ ഇന്റലിജൻസ് 2024 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ 2025 WW25 നമുക്ക് കാണാൻ പോകുന്നത് അതിനൊരു അപ്ഡേറ്റഡ് വേർഷൻ അല്ലെങ്കിൽ അതൊരു ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വാച്ചിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇന്റലിജൻസ് ലഭിച്ചിട്ടില്ല. ആൻഡ് കുറേയധികം കാര്യങ്ങൾ നമുക്ക് TV-യിലേക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ആപ്പിൾ ഇന്റലിജൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ ആപ്പിൾ ഇന്റലിജൻസ് വാച്ചിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമോ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനോ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമന്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ഐപാഡിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്ലിക്കേഷൻ വരാൻ പോവാണ്. നമുക്ക് ഇത്രയും നാൾ അറിയാവുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രോപ്പർ ആപ്ലിക്കേഷൻ ഐപാഡിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ വിൻഡോ അല്ലെങ്കിൽ കുറെ ക്ലട്ടറിങ് ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരുന്നു ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന് ഐപാഡിൽ ഉണ്ടായത്.
ആ ഒരു കാര്യം മാറ്റി മെറ്റ ഡെവലപ്പേഴ്സ് ഇൻസ്റ്റഗ്രാമിന് ഒരു പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഐപാഡിൽ കൊണ്ടുവരുന്നുണ്ട്. സോ ഐപാഡ് യൂസേഴ്സ് എസ്പെഷ്യലി ഐപാഡ് മിനി ഉള്ള കൂട്ടർക്ക് ഇതൊരു നല്ല സന്തോഷ വാർത്തയാണ്. കാരണം റീൽസും അതേപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടർക്കും എസ്പെഷ്യലി വീഡിയോ എഡിറ്റിംഗ്, ചെറിയ ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഐപാഡ് യൂസേഴ്സിന് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഐപാഡിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഐപാഡിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഐപാഡ് ഫ്രണ്ട്സിനും കൂടെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സിൻ്റെ എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.